ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാട്ടത്. മഷ്റൂം ഞങ്ങള് സാൻഡ്വിച്ചിന്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ മുട്ടയും പിന്നെ മഷ്റൂം ഒക്കെ കൂട്ടിയിട്ടാണ്. അവര് പിന്നെ നമുക്ക് അതിനകത്തേക്ക് വെക്കാം. ഞങ്ങള് ചായ കുടിക്കാൻ കഴിഞ്ഞിട്ടോ. ഞങ്ങള് ചായ നോക്കി ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിലാണ് ഞങ്ങള് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ. പിന്നെ 2 മുട്ടയും കൂടെ ഇതെന്തിനാ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് മുട്ട ഇല്ല. നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഔട്ട് ഭയങ്കര ഈ കടിക്കുക. കുരുമുളക് കൂടിട്ട് വീണോ? ഇല്ല. ഇവിടെ പിന്നെ ഇവിടെ ബ്ലൂബെറി ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ എന്താ ഇവിടെ മഫിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞങ്ങക്ക് അവര് വന്നപ്പോ അവിടെ ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ മഫിൻ ഉണ്ട്. അവിടെ ഒരു വലിയ വലിയ കാലി പിടിച്ചൊരു നമ്മളെ വലിയ സെറ്റപ്പാട്ടില്ല. ദൂരത്ത് വരുന്നവർ തരത്തില്ല. അവര് തരത്തില്ല. ഞാൻ ഒരേ യൂണിഫോം, ഒരേ കളറ്, ഹൗ മെന്റലി ദേ ആർ യുണൈറ്റഡ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് തുണി ഞാൻ ചുടിയപ്പോ കണ്ടു ഞാൻ 6:30 റെഡിയായി. ഞങ്ങള് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിട്ട് പോകട്ടെ. ഞങ്ങള് കുറെ പേരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ട കുറെ വേണം ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ പിടിക്കാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ തിരക്കിലൂടെ ചായ തീർന്നു പോയി. ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് നാൻസി. ഒരാളവിടെ മഷ്റൂം ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരാളവിടെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നേരം കഴിയുന്ന ആളാട്ടോ. ഞാൻ
ഒരാളവിടെ ചായ ഫ്ലാസ്കിലാക്കണോ ജോണിനെ വിളിച്ചതാന്ന്. അല്ലല്ല ഞാൻ ഇപ്പൊ എനിക്കില്ല ഇവിടെ ഇവിടെ ജോൺ നോക്കിയാ കഴിയാ ഒരു സൈഡിലേക്ക് വെക്കാം ഒരു സൈഡിലോട്ട് വെക്കാം ഇപ്പൊ ഇങ്ങനെ ഞാനില്ല ഞാൻ അത് നമുക്ക് നോക്കണം കത്തി നല്ല കത്തിയത് അതിന് നല്ല കത്തിയ എന്ത് നല്ല കത്തിയ ഇതൊന്നും അധികമൊന്നും അവര് ടേക്ക് കെയർ ചെയ്യുന്ന കത്തികളൊന്നും ആയിരിക്കത്തില്ല. ഇത് മതിയായിരിക്കുമല്ലേ ചോദിച്ചു? അല്ല പോകുന്നില്ല ഇങ്ങനെയല്ല പക്ഷെ എല്ലാത്തൊന്നും വെട്ടായിരുന്നു അത് ബാക്കി അത് പോത്തില്ല അങ്ങനെയൊക്കെ അറിഞ്ഞോണ്ടായി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള ഈ ലോകത്തെ 95% ഹോട്ടലിലെ കുക്കികളാണ്. $12 ഉള്ളൂ ഇതാണ് സെയിം ഇതാന്ന് തോന്നുന്നു മോളില് നിങ്ങൾ എത്ര പേരുണ്ട് മോളില് അതാ ഇത് അവരുടെ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി ആട്ടത് അപ്പൊ അവര് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ആരാന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ രാവിലെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റു കാരണം ഇന്നാണ് ഞങ്ങൾ ഇവിടെ നമ്മുടെ സാമണ പിടിക്കാൻ വേണ്ടിയിട്ട് പോണ ദിവസം അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റോ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സാമണ പിടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ തിരക്കിലാണ് അവിടെ എല്ലാവരും ഇത് ഇവിടുത്തെ ഫയർ പ്ലേസ് ആട്ടോ എല്ലാത്തിനും ഒരു ആൻറ്റിക് ലുക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ പിള്ളേരെല്ലാവരും എഴുന്നേറ്റിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള ഹാറ്റൊക്കെ ഇരിക്കുന്നുണ്ട് ആ പിള്ളേർ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കളിക്കുന്നുണ്ട് രാവിലെ അപ്പൊ ഞങ്ങളുടെ സാൻഡ്വിച്ചിലേക്കുള്ളതാ മുട്ടയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട് അപ്പൊ മുട്ട ഞങ്ങള് 2 സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഞങ്ങള് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ മുട്ടപ്പം പോലെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്
അപ്പോൾ ഞങ്ങൾ ഇവിടെ വെക്കേഷന് വന്നിട്ട് ഇതിപ്പോൾ 2ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ സാമൺ റിവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാൽമണ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഐസ് ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സാൽമണ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സാൽമണ എന്ന് പറഞ്ഞാൽ ആ ഫിഷിനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വരുന്നത് ഈ റിവറിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ചൂണ്ടയിട്ടിട്ടോ വലയിട്ടിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഈ സാൽമൺ എന്ന് പറഞ്ഞ മീനെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സെപ്റ്റംബറിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പും ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങിച്ചിരുന്നു. പക്ഷേ നമുക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഭയങ്കര ഒഴുക്കായിരുന്നു. വെള്ളത്തിൻ്റെ അടിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പാറയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഒന്നും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നിന്നിട്ട് മഴ ഇങ്ങനെ ഭയങ്കര ശക്തിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അവിടെ ആ റിവർ നിറച്ചും ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർക്കൊക്കെ പിടുപിടുന്നതിന് സാൽമൺ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ഞങ്ങൾ മീനൊന്നും കിട്ടാണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ വിചാരിച്ചു തണുപ്പൊക്കെ തുടങ്ങിയതിന് മുമ്പ് കുറച്ച് നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുണ്ട്, ഈ സാൽമൺ പിടിക്കുന്ന അതിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അവർ എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാൽമൺ ഈ റിവറിൻ്റെ അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ശരിക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ ഞങ്ങൾ പോയ സമയത്താണ് സീസൺ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സമയത്ത് പോയത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ തണുപ്പ് തുടങ്ങിയതിന് മുമ്പ് പോകാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് വന്നത്. പക്ഷേ ഞങ്ങളിവിടെ സാൽമണിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നോക്കി കഴിയുമ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഈ റിവർ എന്ന് പറയുമ്പോൾ വേറെ പല സ്ഥലത്തു നിന്നൊക്കെയാണല്ലോ ഒഴുകി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കാണ് ഓരോ സീസണാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉൾക്കടലിലേക്ക് പോയിട്ട് പിടിച്ചിട്ട് വരുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ എന്തായിരുന്നാലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ എന്തായിരുന്നാലും ഇവിടെ സീസണല്ല, അപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്നിട്ട് വേറൊരു സ്ഥലം കൂടി ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, 1000 ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടെ നിന്ന് 1 മണിക്കൂറുള്ളൂ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ സാൽമൺ പിടിയിലേക്ക് നിർത്തി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഞങ്ങളുടെ 1000 ഐലൻഡിലേക്ക് ഞങ്ങൾ പോവാണ്. അപ്പോൾ സാൽമൺ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ വന്നു. ഇനി വരാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു.